കളമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ കൊലപാതകം നടന്നിരിക്കുന്നു. HMT ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഇറങ്ങി ഓടുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, പട്ടാപ്പകൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടക്കുന്നത്. ഈ കൊല്ലപ്പെട്ടയാൾ ബസ്സിലെ ജീവനക്കാരനാണോ? ആരാണെന്ന് പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പ്രജീഷ്, കൊല്ലപ്പെട്ടത് ബസ്സിലെ തന്നെ കണ്ടക്ടറായിട്ടുള്ള അനീഷ് എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഇടുക്കി രാജകുമാരി സ്വദേശിയാണ് അനീഷ് മരിച്ച അനീഷ്. സംഭവം നടന്നത് HMT ജംഗ്ഷന് അടുത്തുള്ള ജോസ് ബേക്കറി എന്ന ഒരു ബേക്കറിയുടെ മുന്നിൽ വെച്ചായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ബസ് മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം ഭാഗത്തോട്ട് പോവുകയായിരുന്ന ബസ് ഈ ജോസ് ബേക്കറിക്ക് മുന്നിലുള്ള സ്റ്റോപ്പിൽ നിർത്തുകയും അപ്പോൾ തന്നെ ഈ കുത്തി കൊലപ്പെടുത്തിയ ആൾ ബസ്സിൽ ചാടിക്കയറി ഈ കണ്ടക്ടറെ കുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ച അനീഷ് മരിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രതി ഇവിടെ നിന്ന് ഓടി മൂലേപ്പാടം ഭാഗത്തേക്ക് ഓടിപ്പോയതായിട്ടാണ് ഇവിടെ അടുത്തുള്ള സമീപവാസികൾ പറയുന്നത്. പ്രതിയെ പറ്റിയുള്ള മറ്റു വിവരങ്ങളോ പ്രതി എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല. ഇതിനെല്ലാം പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ വ്യക്തമായ സൂചനകളിലേക്കോ പ്രതി ആരുന്നതിൽ ഒരു തീരുമാനത്തിലെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായുള്ളൂ എന്നാണ് ഇതിലുണ്ടായിരുന്ന മറ്റു ആളുകൾ പറയുന്നത്. ഏകദേശം 4 എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതി ആളെ കുത്തിക്കൊന്ന ശേഷം പ്രതിയുടെ ആളുടെ കരച്ചിൽ കേട്ടാണ് ഡ്രൈവർ പോലും സംഭവം അറിഞ്ഞതെന്ന് പറയുന്നു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. നട്ടുച്ച നേരത്തെ റോഡിൽ നിറയെ തിരക്കുള്ള ഒരു പ്രദേശമാണിത്. മെഡിക്കൽ കോളേജിലോട്ടും അതുപോലെ തന്നെ കളമശ്ശേരിയിലോട്ടും എല്ലാം പോകുന്ന പ്രധാന പാത തന്നെയാണ്. ആ പാതയിൽ ബസ് നിർത്തിയ സമയത്തായിരുന്നു ഈ പ്രതി ബസ്സിലോട്ട് ഓടിക്കയറുകയും കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. വർഷങ്ങളായി ഇതേ ബസ്സിൽ കാണുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്. പ്രതി ഓടിപ്പോകുന്നതും ഒക്കെ തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ കൊല്ലപ്പെട്ട അനീഷിന് മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യം മറ്റാരുമായി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നതോ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? പോലീസിന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പോലീസ് പങ്കുവച്ചത് അല്പം മുമ്പ് നമ്മൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസ് പറഞ്ഞത് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രതി ആരാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുള്ളൂ എന്ന തരത്തിലാണ് പോലീസ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇനി ഇതിൽ വ്യക്തമായ അന്വേഷണം വേണം. കാരണം പട്ടാപ്പകലാണ് സാക്ഷി മൊഴികൾ. ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അതിൽ ഒരു മിന്നായം പോലെ ഓടിപ്പോകുന്നതായി കാണാൻ കഴിയും. അത് ഈ പ്രതിയിലേക്കുള്ള അന്വേഷണത്തിൽ എത്രത്തോളം സഹായകരമാകും? പ്രതിയെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ഇല്ലാത്തടത്തോളം CCTV ദൃശ്യങ്ങളാണ് ഇതിൽ ഏറെ നിർണായകമാവുക. ഈ സംഭവം നടക്കുമ്പോൾ ബസ്സിൽ ആളുകൾ കുറവാണ് എന്നുള്ളതും ദൃക്സാക്ഷികൾ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഭാഗത്തേക്കാണ് പ്രതി ഓടിയതെന്നും എളുപ്പം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് CCTV ദൃശ്യങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാവുക. സമീപത്തുള്ള ഏതാനും ചില കടക്കാർ ഇങ്ങനെ ഒരു വ്യക്തി ഓടിപ്പോകുന്നതായി കണ്ടു എന്ന് പറയുന്നതല്ലാതെ ഇത് എവിടെ നിന്നാണ് വന്നതെന്നോ, കാരണം അപ്പുറം മാറിയുള്ള കുറച്ച് കടകളിലുള്ള ആളുകളാണ് ഈ പറയുന്നത് ഇവർ ഇങ്ങനെ പോയി ഈ ഭാഗത്തോട്ട് ഒരാൾ ഓടുന്നതായി കണ്ടു എന്നുള്ളത്. അപ്പോൾ പോലീസിന് ഏറ്റവും നിർണായകമാവുക ഈ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ്. കൂടാതെ കടകളെല്ലാം ഉള്ളത് കൊണ്ട് ഒരു ബസ് സ്വാഭാവികമായും ഒരു സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ആളിറങ്ങി കയറുന്നു എന്നുള്ളത് വിട്ടിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് ആരും കരുതുന്നില്ല. അപ്പോൾ ഒരു പ്രതി ഇറങ്ങി ഓടുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ നടക്കുന്ന ഒരു നഗരം കൂടി ആയതുകൊണ്ടും ഇത്തരത്തിൽ ഒരാൾ ഓടി പോകുമ്പോഴും അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല എന്തുകൊണ്ടാണ് ഓടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ പറയുന്ന CCTV ദൃശ്യത്തിൽ ബസ്സിന്റെ അടക്കമുള്ള ധാരാളം കടകൾ ഈ ഭാഗത്തുള്ളത് കൊണ്ട് ആ CCTVകൾ എല്ലാം വളരെ നിർണായകമായി തന്നെ ഈ അന്വേഷണത്തെ ബാധിക്കും. ആ അന്വേഷണത്തിൽ അതാണ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന ഘടകവും. അത് പ്രകാരം പ്രതിയിലേക്ക് കണ്ടെത്താൻ കൊല്ലപ്പെട്ടയാളുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? കൊല്ലപ്പെട്ട അനീഷിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് അധിക ദൂരമില്ല. പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ അനീഷ് മരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് എത്തി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. പ്രതി മരിച്ച അനീഷ് ഇടുക്കി സ്വദേശിയാണ്. ഇടുക്കി രാജകുമാരി സ്വദേശിയാണ് മരിച്ച അനീഷ്. ബാക്കി നടപടികളെ കുറിച്ച് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും.